എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില ഓരോ ഇലകളായിട്ട് അടർത്തി എടുത്തിരിക്കുന്നതാണ്. ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി വെച്ചിരിക്കുന്നതാണ്. ഓരോ ഇലകളായിട്ട് അടർത്തി വേണം എടുക്കാനായിട്ട്. ഇത് അരിയേണ്ട ആവശ്യമില്ല. അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ തോരന് വേണ്ടിയിട്ട് ഒരു അരപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇടികല്ലിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തേങ്ങ ചിരകിയതാണ്. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചിരകിയത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ട 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 2 3 നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് തോരൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ടിട്ട് കടുക് നന്നായിട്ട് ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 അല്ലി ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കാന്താരിക്ക് പകരം സാധാരണ പച്ചമുളകും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ചേർക്കാം. മുരിങ്ങയില ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വാടി വരും. 1 മിനിറ്റ് പോലും വേണ്ട. ഉപ്പ് നമുക്ക് ഏറ്റവും അവസാനം ചേർക്കാം. കാരണം മുരിങ്ങയില ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് വളരെ കുറഞ്ഞ അളവിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. മുരിങ്ങയില എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ച് എടുക്കാം. മുരിങ്ങയിലയുടെ ഒപ്പം തന്നെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മുട്ട നന്നായിട്ടങ്ങ് വെന്ത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സൈഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ചിക്കി തോത്തി എടുക്കുന്നത്. അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ഇപ്പോൾ ചിക്കി തോത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുരിങ്ങയിലയായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്താണ് നമ്മളിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ പോകുന്നത്. നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടിത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ മുരിങ്ങയിലയിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, മുട്ടയിൽ മാത്രമാണ് ഉപ്പ് ചേർത്തിരുന്നത്. അപ്പോൾ അവസാനം വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചിക്കി തോത്തി എടുക്കാം. വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. ഈ തോരൻ മാത്രം മതി കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാനായിട്ട്. അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. മുരിങ്ങയിലൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം മുരിങ്ങയില മാത്രമല്ല, ഏത് ടൈപ്പിലുള്ള ചീര വെച്ച് വേണമെങ്കിലും ഇതുപോലെ തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്